നമസ്കാരം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ എന്നതിൻ്റെ സൂചനകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പഴയ പോലെ തന്നെ കൊണ്ടുവരാനും പറ്റും. അത് പ്രണയിക്കുന്ന വ്യക്തികളിലും അതല്ലെങ്കിൽ കുടുംബജീവിതത്തിലും ഭാര്യ ഭർത്താവുള്ള ബന്ധത്തിലും രണ്ടും രണ്ട് തരത്തിലാണ് കാണിക്കുക. അത് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പഴയ പോലെ തന്നെ കൊണ്ടുവരാനുള്ള കാര്യത്തിലേക്ക് കടക്കാൻ പറ്റും. പ്രണയിക്കുന്നവരാണ് എങ്കിൽ, പരസ്പരം സ്നേഹിക്കുന്നവരാണ് എങ്കിൽ അവർ ആദ്യം ഇതിൽ നിന്ന് അകന്നു പോകുമ്പോൾ കാണിക്കുന്നത് നമ്മളൊരു മെസ്സേജ് വിട്ടാലോ നമ്മളൊരു കോൾ ചെയ്താലോ അവർ എടുക്കാനും സംസാരിക്കാനും ഒക്കെ താമസിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ ഒരു മെസ്സേജ് വിടുമ്പോഴേക്കും മറുപടി വന്നിരുന്ന ആളുകളുടെ പിന്നീട് നമ്മളൊരു മെസ്സേജ് വിട്ടാൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് അത് നോക്കുക, അതല്ലെങ്കിൽ അത് ആ ദിവസം നോക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് നോക്കുന്നതിന് തന്നെ താമസം നേരിടുക, നമ്മൾ കോൾ വിളിച്ചാൽ എടുക്കാതിരിക്കുക, എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് തിരിച്ച് വിളിക്കുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം തിരിച്ച് വിളിക്കുക. അങ്ങനെ നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഒരു അകൽച്ച നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം. അതാണ് ഈ പ്രണയിക്കുന്നവരിൽ ഏറ്റവും ഈ അകന്നു പോകുന്നതിൻ്റെ കാണിക്കുന്ന ഏറ്റവും വലിയൊരു സൂചന. അത് തുടക്കത്തിലൊക്കെ നമ്മളുടെ ഒരു മെസ്സേജ് കിട്ടുമ്പോഴേക്കും മറുപടി വന്നിരുന്നത് പിന്നീട് അത് വളരെ ലേറ്റായിട്ടും ചോദിക്കുമ്പോൾ അതിന് പല കാരണങ്ങളും പറയാൻ തുടങ്ങുന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയായിട്ട് തോന്നുന്നത്. അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മളിൽ നിന്ന് ആ മനസ്സ് അകന്നു പോകുന്നു എന്നുള്ളതിൻ്റെ. അടുത്തിരിക്കും തോറും പെട്ടെന്ന് അതിനുള്ള മറുപടിയും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും. ഇനി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു വിഷയമാണ് എന്നുണ്ടെങ്കിൽ അതിൽ സംഭവിക്കുന്നത് ഈ ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തി എപ്പോഴും അത് ഫോൺ കയ്യിൽ തന്നെ കൊണ്ട് നടക്കുമെന്നുള്ളതാണ്. അതെവിടെയും വെക്കാതെ അത് കയ്യിൽ തന്നെ അല്ലെങ്കിൽ ഇരിക്കുന്നതിൻ്റെ പരിസരത്ത് തന്നെ ആയിരിക്കും കൊണ്ട് വെക്കുന്നതും കൊണ്ട് നടക്കുന്നതും. വീട്ടിലെത്തിയാൽ അധിക സമയം ഫോണ് ചില വ്യക്തികളെ സൈലൻറ്റിലാക്കിയിടും. അതും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സൈലൻറ്റിലായിരിക്കും. ഇനി അതല്ല, നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ആ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നമ്മളിൽ നിന്ന് ആ ഫോൺ അവർ തിരിച്ചു മേടിക്കും. അതിൽ എൻ്റെ ജോലിപരമായ പല കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് ആ ഫോൺ തിരിച്ചു മേടിക്കും. അതുപോലെ തന്നെ അവർ വീട്ടിലിരിക്കാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരും. വീട്ടിൽ നിന്ന് പലപ്പോഴും പുറത്തേക്ക് പോയി ഒരുപാട് നേരം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കാര്യമില്ലാതെ വഴക്കുണ്ടാക്കുകയും അതുമേ ഒരു പ്രശ്നമാക്കി മാറ്റുകയും ചെയ്യും. അങ്ങനെയുള്ള അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മുന്നൊന്നും ഇങ്ങനെയല്ല, പക്ഷെ ഇപ്പോൾ സ്വഭാവത്തിൽ ഈ മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ തോന്നും. ആ രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ തിരിച്ച് അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ചില ആളുകൾക്ക് മാനസികമായ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം, അതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്സർവേഷൻ നടത്തി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ശരിയാണോ ഇല്ലെന്ന്. അവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങും. എന്ന് വിചാരിച്ച് ആളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാവരുത്. അപ്പോൾ അത് കൂടുതൽ വിഷയങ്ങളിലേക്ക് മാറിപ്പോകും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ചില വ്യക്തികൾ എന്ത് ചെയ്താലും ഇങ്ങനെ പോയിട്ട് തിരിച്ച് വരാത്ത മനസ്സ് മറ്റൊരാളിലേക്ക് പോയിട്ട് അവരുമായി ബന്ധം സ്ഥാപിച്ചവരുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ തിരിച്ച് കൊണ്ടുവരേണ്ടത് എങ്ങനെയെന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ കൃത്യമായിട്ട് അവരുടെ മനസ്സ് നമ്മളിൽ തന്നെ ഉറപ്പിച്ച് നിർത്താൻ നമുക്ക് പറ്റും. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ ആ പോയ വ്യക്തി നമ്മളെ വിട്ടല്ലേ, നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോയ വ്യക്തിയെ തിരിച്ച് നമ്മുടെ മനസ്സിലേക്ക് തന്നെ കൊണ്ടുവരാനും കഴിയും. തുടർന്നുള്ള ജീവിതകാലം മുഴുവൻ നമ്മളുടെ ഒപ്പം നിലനിർത്താനും കഴിയും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലെ വാട്സപ്പ് നമ്പർ കാണും അവസാനം. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയുള്ളതെന്നൊക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ 100% നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ ജീവിതം കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തുള്ള സൂചനകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങണം ആ വ്യക്തിയെ. കാരണം അവരറിയാതെ തന്നെ നമ്മൾ അവരെ ശ്രദ്ധിക്കണം, അവരറിയരുത്. അങ്ങനെ അറിയാതെ ശ്രദ്ധിക്കുമ്പോൾ വീണ്ടും ഇത് കൂടിക്കൂടി വരുന്നത്
മനസ്സിലാവും. പുറത്തോട്ട് പോകുന്നതും പിന്നെ ഒരുപാട് ലേറ്റായിട്ട് വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മളവരെ ഫോൺ എടുക്കുമ്പോഴൊക്കെ അവരതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാക്കി അവർക്കെന്താണോ ആവശ്യം ആ ആവശ്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാനും നിറവേറ്റാനും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഏത് വ്യക്തിയിലേക്കാണോ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ നമ്മളിൽ നിന്ന് കിട്ടുന്ന രീതിയിലാക്കി മാറ്റണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും സന്തോഷപരമായി നടക്കും. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് നിങ്ങൾക്ക് സന്തോഷമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നന്ദി, നമസ്കാരം.